42 സങ്കീർത്തനത്തിന്റെ 11 വാക്യം, എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവമെന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിരാശയ്ക്കിടയിലും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ആത്മാവിന് ആശ്വാസം കണ്ടെത്തുക എന്നതാണ് ഈ വാക്യത്തിന്റെ മുഖ്യ സന്ദേശം. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന അനവധി ചോദ്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ദിനം പ്രതി അവർ രാവും പകലും ഒരുപോലെ ചോദിച്ച്, രാവും പകലും എനിക്ക് കണ്ണുനീരായിരിക്കുന്നു എന്ന് തുടങ്ങി എന്റെ അസ്ഥികളെ തകർക്കും വേണം എന്നെ നിന്ദിക്കുന്ന അനവധി ചോദ്യങ്ങൾ അതേ അഭിമുഖീകരിക്കുന്നതായ അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോൾ ഇതാ സങ്കീർത്തനക്കാരൻ തന്റെ വചനത്തിലൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്. ഉള്ളിൽ ഞരങ്ങുന്ന ഞരക്കത്തിന്റെ അനുഭവങ്ങൾക്കൊക്കെ സർവശക്തനായ ദൈവം മറുപടികളെ നൽകുമെന്ന്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കുക. ഹൃദയത്തിന്റെ ഞരക്കങ്ങളെ, വേദനകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. അനവധി ചോദ്യങ്ങൾ, ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട്, ഇത്ര നാൾ ഉപവസിച്ചിട്ട്, ഇത്ര നാൾ കണ്ണുനീരോടുകൂടി ആയിരുന്നിട്ടൊക്കെ നിനക്ക് മറുപടി എവിടെ? നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. അതേ നിരാശകൾ ജീവിതത്തിൽ കടന്നു വന്ന പിന്തിരിപ്പിക്കുവാൻ അനവധി ചോദ്യങ്ങൾ കടന്നു വരുമ്പോഴും അതിന്റെ നടുവിൽ പ്രത്യാശയോടെ മുൻപോട്ട് പോകുക. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് പ്രത്യാശയിൽ മുൻപോട്ട് പോകുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.